എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത യോസേഫിനെ മിസ്രൈമിലെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കത്തക്കതിൽ എന്റെ ദൈവം മാനിച്ചെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ഞാൻ പറയാം, ദൈവത്തിന് മാനിക്കാൻ കഴിയാത്തവരാരുമില്ല, ദൈവത്തിന് ഉയർത്താൻ കഴിയാത്തവരാരുമില്ല. അതരം തുറന്ന വാക്കിന് ആമേൻ പറയാൻ ഇന്ന് രാത്രി ആത്മാവിൽ നിയോഗമുള്ള എത്ര പേരുണ്ട്? അവരുടെ കരം ഉയർത്തി, ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഹാമാനെ, നീ ഇസ്രായേലിനെ മുഴുവൻ ഉന്മൂലന നാശം ചെയ്യാൻ പദ്ധതി ഇടുന്നതിനു മുമ്പ് നിന്റെ തന്ത്രങ്ങളെ തകർക്കാൻ ഒരെസ്തേറിനെ ദൈവം അവിടെ എത്തിച്ചു. പരീക്ഷ വന്ന ശേഷമല്ല ദൈവം പരിഹാര മാർഗം ഒരുക്കുന്നത്, പരിഹാരം ഒരുക്കിയിട്ടാണ് എന്റെ ദൈവം പ്രതിസന്ധി അനുവദിച്ചതെങ്കിൽ അഭിഷക്തന്മാർ, ദൈവമക്കൾ, ഈ രാത്രി നിങ്ങൾക്കെതിരെ വീറോടെ വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികൾ എത്ര പ്രബലമെങ്കിലും ആത്മാവിൽ സടകുടഞ്ഞു സ്തോത്രം ചെയ്തു പറ, ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു പരിഹാരം ദൈവം കരുതിയിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരു 30 സെക്കൻഡ് കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ചിലരോട് തലയിൽ കൈവച്ചവണ്ണം ദൈവാലോചന കൈമാറുന്നു. നിങ്ങളുടെ ചില പ്രതിസന്ധികളുടെ നടുവിൽ, നിങ്ങളുടെ ചില പരിശോധനകളുടെ നടുവിൽ ദൈവത്തിന്റെ പരിഹാരത്തിന്റെ വഴികൾ വെളിപ്പെട്ടു വരുന്ന നാളുകൾ വിദൂരമല്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ പ്രവചനമായി ഈ ദൂത് വിളിച്ചു പറയുന്നു.